സാർ ബില്ല്. ബില്ല് ഞാൻ ചോദിച്ചില്ലല്ലോ. ഇവിടെ ചോദിക്കാതെ കൊടുക്കുന്ന ഓരോ സാധനം ബില്ല. ഞാൻ ആരാണെന്ന് അറിയോ? എനിക്കറിയില്ല. പുറത്താരെങ്കിലും ചോദിച്ചു നോക്ക്. തൽക്കാലം സാറി ബില്ലൊന്നും. സാറിന് ബില്ല് കൊടുക്കണ്ട. ഇദ്ദേഹം ഈ വാർഡിലെ കൗൺസിലറാ, സെബാസ്റ്റ്യൻ കുഴുവേലി. അടുത്ത ടൈം മുനിസിപ്പൽ ചെയർമാൻ ആകും. ഓൻ പുതിയ ആളാ, നിങ്ങൾ ക്ഷമിക്ക്. എന്താ ബിരിയാണി! സാഹിബിന്റെ ബിരിയാണി എത്ര കഴിച്ചാലും മടുക്കില്ല. ഇവിടുത്തെ മട്ടൻ ബിരിയാണിയിലെ മട്ടൻ പോത്തിന്റെ ആണോ അതോ മൂരിയുടെ? ആനേന്റെ. എടോ കുഴുവേലി, 6 മാസത്തിന് താഴെ പ്രായമുള്ള ഇളം ആട്ടിൻകുട്ടിന്റെ ഇറച്ചിയാണ് നമ്മുടെ ബിരിയാണിന്റെ രഹസ്യം. പിന്നെ പടച്ചോന്റെ കൃപയും. എന്നും ബിരിയാണി ചെമ്പ് അടുപ്പത്ത് വെക്കുമ്പോ എന്റെ നെഞ്ചിനകത്തൊരു പെടപെടപ്പാ. പിന്നെ കണ്ണടച്ച് പടച്ചോനെ വിളിക്കും, എന്റെ റബ്ബേന്ന്. ഒന്ന് പാളിയാ തീർന്നില്ലടോ കച്ചവടം. ദേ, നിങ്ങൾ ആ ഹോട്ടലിൽ നോക്കി എന്തോരം കച്ചവടം ഉണ്ടായിരുന്നതാ. ഒരശ്രദ്ധ, പഴകിയ ഭക്ഷണം, ഫുഡ് പോയിസൺ. ഒടുവിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആൾക്കാർ വന്ന് സീല് വെച്ച് പൂട്ടിയില്ലേ? പഴയതൊന്നും മറക്കരുത് സാഹിബേ. ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാ പൂട്ടിച്ചതെന്നറിയോ? അതിനൊരു പുതുപുത്തൻ മാരുതി കാറ് നമ്മളും വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതും മറക്കണ്ടാന്ന്. അല്ല, എവിടെ നിങ്ങളുടെ ആ കാറ്? 1 കിലോമീറ്റർ അപ്പുറത്ത് മാറ്റിയിട്ടേക്കാ. അതിന് നിങ്ങളുടെ കടയിൽ പാർക്കിംഗ് ഇല്ലല്ലോ. ഇപ്പോഴത്തെ കാലത്ത് പാർക്കിംഗ് സൗകര്യം മസ്റ്റാ സാഹിബേ. ആ തിരുമേനിയുടെ സ്ഥലത്ത് 10-30 വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാം. ഇതുവരെ അത് വാങ്ങാത്തത് കഷ്ടമാണ് സാഹിബേ. തിരുമേനി തരേണ്ടെന്ന് 100 തവണ ചോദിച്ചതാ, അടുക്കണില്ല. പക്ഷെങ്കി തിരുമേനി നമുക്കിത് തന്നേ പറ്റൂ. നമ്മളൊന്നും കാണാണ്ടല്ല തിരുമേനിയുടെ മൂത്ത മോളുടെ കല്യാണത്തിന് 10 ലക്ഷം ഉറുപ്പിക കടം കൊടുത്ത് സഹായിച്ചത്. അത് ഈ സ്ഥലത്തിന്റെ അഡ്വാൻസ് ആയിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. തിരുമേനിയുടെ ഇളയ മോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. എന്ത് കണ്ടിട്ട്? ഈ സ്ഥലം വിറ്റാലല്ലേ തിരുമേനിക്കുട്ടിയുടെ കല്യാണം നടക്കൂ. നീ പോയി തന്ത്രത്തിലൊന്ന് മുട്ടിനോക്കി കാര്യം നടത്തി തന്ന എന്റെ മാരുതിക്കാരന്റെ സ്ഥാനത്ത് ബെൻസ് കാർ വരും. എന്താണോ കുഴിമേലി ഈ വഴിക്കൊക്കെ? ഒരു കല്യാണം നടക്കാൻ പോകുന്ന വീടല്ലേ, കൗൺസിലർ എന്ന നിലയിൽ ഒന്ന് അന്വേഷിക്കാന്ന് കരുതി. അന്വേഷിച്ചിട്ട് എന്തിനാ? ഇല്ലത്തെ കുട്ടിയുടെ വേളിക്ക് സർക്കാരിൽ നിന്നും എന്തെങ്കിലും സാമ്പത്തിക സഹായം ഏർപ്പാടാക്കിയിട്ടുണ്ടോ? തിരുമേനി മനസ്സ് വെച്ച സാമ്പത്തികം ഉണ്ടാക്കാനാണോ പാട്? ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, പറയണമെന്നില്ല, കാര്യം നമുക്ക് മനസ്സിലായി. ഒരല്പം അശ്രദ്ധ വന്നപ്പോ എനിക്ക് എന്റെ ഹോട്ടൽ അടച്ചുപൂട്ടേണ്ടി വന്നു. അത് നേരാ. എന്ത് കരുതി? അന്യജാതിക്കാർക്ക് ഇറച്ചിയും മീനും വെക്കാനും വിൽക്കാനും നാം അത് കൊടുക്കില്ല. മത്സ്യമാംസാദികൾ ആ പരിസരത്ത് നാം അടുപ്പിക്കില്ല. തിരുമേനി ദിവസവും കുളിക്കുന്ന അമ്പലക്കുളത്തിൽ മീനുണ്ടോ? മീൻ പിടയ്ക്കുന്ന പുഴയിലും കുളത്തിലും കുളിക്കാം. വെളുത്ത നിറത്തിൽ വരുന്ന പശുവിന്റെ ചോര ഊറ്റിയെടുത്ത് പാലെന്ന പേരിൽ കുടിക്കാം. അതിലൊന്നും ഒരു ശുദ്ധമില്ല, വൃത്തിയില്ല. എന്താ തിരുമേനി? എടോ, ഈ അശ്ലീലത്തെ പിടിച്ച് പടിക്ക് പുറത്താക്കുന്നുണ്ടോ? വേണ്ട, ഞാൻ പൊക്കോളാം. അതിനു മുമ്പ് ഒന്ന് ഞാൻ പറയാം. ആ സുലൈമാൻ സാഹിബിനെ പിടക്കണ്ട. മൂത്ത മോളുടെ കല്യാണത്തിന് രൂപ 10 ലക്ഷം എണ്ണിത്തന്ന് സഹായിച്ചത് സാഹിബ. അന്ന് അന്യജാതിക്കാരന്റെ കാശിന് തീണ്ടലില്ലായിരുന്നു. അത് അദ്ദേഹം മടക്കി ചോദിക്കാത്തതേ തിരുമേനിയുടെ സ്ഥലം ലക്ഷ്യം വെച്ചിട്ട് തന്നെയാ. ഞാൻ പോകുന്നു. ഇളയ മോളുടെ കല്യാണം നടക്കുമെങ്കിൽ അന്ന് കാണാം. എന്നെ ക്ഷണിച്ചില്ലേലും. മനസ്സിലായോടോ നായരെ അവൻ പറഞ്ഞതിന്റെ ധ്വനി? എന്റെ മോടെ വേളി നടക്കില്ലാന്ന്. എന്റെ കയ്യിൽ പണയില്ലാന്ന് നാട് മുഴുവൻ പാട്ടല്ലേ. ഈശ്വരാ, എന്തൊക്കെ കാരണം. അല്ല തിരുമേനി, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ വിൽക്കാൻ പോകുന്ന സ്ഥലം ആര് വാങ്ങിയാ നമുക്കെന്താ? നല്ല വില കിട്ടിയാ പോരെ? അവിടെ ആ തിരുമുറ്റത്തിരിക്കുന്ന ഉണ്ണിഗണപതിയെ താനും മറന്നുവോ? ഓർമ്മ വെച്ച നാള് തൊട്ട് ആ ഉണ്ണിഗണപതിയെ ഉണർത്തുന്നതും ഉറക്കുന്നതും ഞാനാ. അടിച്ചു തളിച്ച് ഒരു തിരി കത്തിച്ചാ മതി, മനസ്സ് നിറഞ്ഞനുഗ്രഹിക്കും. അന്യജാതിക്കാർക്ക് എന്ത് ഗണപതി. വന്നേ. എന്താ കുട്ടിയെ? അച്ഛാ, ദേവമാഷിന്റെ ഇമെയിൽ വന്നു. എന്ത് വന്നു? മെയില്. എടോ, കത്തടപാടുകൾക്ക് പകരം ഇപ്പൊ ഇങ്ങനെയൊക്കെയാ വകുപ്പ്. ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലടോ നായരെ, ഇവളുടെ കൂടെ കോളേജിൽ സീനിയർ ആയിട്ട് പഠിച്ച ഒരു കമ്മത്ത് മാഷെ പറ്റി. ഓ, കമ്മത്ത്. എന്തായിരുന്നു മോളെ മറുപടി? ഞാൻ നമ്മുടെ അവസ്ഥയെല്ലാം ഡീറ്റെയിൽ ചെയ്തിരുന്നു. വന്ന് നേരിൽ കാണാന്ന റിപ്ലൈ. എന്ത് വിഘ്നേശ്വര, നീ കാത്തു. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ ഹോട്ടൽ ശൃംഖലയുള്ളവരാ ഈ കമ്മത്തും ഇയാളുടെ ഏട്ട കമ്മത്തും. പ്രൊപ്പറേറ്റേഴ്സ് കമ്മത്താൻ കമ്മത്ത്. അവര് നമ്മുടെ ഹോട്ടൽ ഏറ്റെടുത്താൽ നമ്മൾ രക്ഷപ്പെട്ടു.
ആ ആരാ എന്ത് വേണം? ഞങ്ങളെ സുലൈമാൻ സാഹിബ് പറഞ്ഞയച്ചതാ. ഇതാ ഈ അഗ്രിമെന്റിൽ ഒന്ന് ഒപ്പിട്ട് തരാൻ പറഞ്ഞു. എന്താ ഇത്? ഇംഗ്ലീഷ് ആണല്ലോ. ഇങ്ങ് തന്നെ ഞാനും നോക്കട്ടെ. അച്ഛാ, ഇത് നമ്മുടെ ഹോട്ടലിലെ സ്ഥലത്തിന്റെ ലീസ് എഗ്രിമെന്റാ. 10 ലക്ഷം രൂപ അഡ്വാൻസും കാണിച്ചിട്ടുണ്ട്. ആ സാഹിബിന് 10 ലക്ഷം കൊടുക്കാനുണ്ടെന്നുള്ളത് വേറെ. അതിന് ഈ എഗ്രിമെന്റിന്റെ വകുപ്പ് മനസ്സിലാകത്തില്ല. അഡ്വാൻസ് വാങ്ങിയിട്ട് എഗ്രിമെന്റ് കൊടുക്കാത്തത് ശരിയാണോ തിരുമേനി? ഇതിൽ ഒപ്പിട്ട് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. ഓ എങ്കിലും അതൊന്ന് കാണണമല്ലോ. അയ്യോ വെങ്കട്പതി, നമ്മൾ എന്തൊക്കെയാണ് കാണാൻ കൊടുക്കുന്നത്? തള്ളോ? തള്ളിന്റെ ഒന്നും കാര്യമിനിയില്ല. നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ കൊടുക്കാം. താനാരാ? നാണോ? ആ. നാനാണ് നമ്മൾ. മനസ്സിലായില്ല? ഇല്ല. നമ്മളല്ലേ ഇപ്പൊ കാറിൽ ഇങ്ങോട്ട് വരാൻ കൊടുത്തത്. നമ്മൾ എന്ന് പറഞ്ഞാൽ കൃഷ്ണകുടി കൃഷ്ണരാജ കമ്മത്ത് മകൻ ദേവരാജ കമ്മത്ത. ഇനി നിങ്ങൾ നമ്മൾക്ക് കാര്യങ്ങൾ പറയാൻ കൊടുക്കണം. എന്താണ് പ്രശ്നം? ഞങ്ങൾ സുലൈമാൻ സാഹിബിന്റെ ആളുകളാ. അപ്പോൾ അതാണോ പ്രശ്നം? അയ്യോ അതല്ല. ഇനി ഒന്നും ഇങ്ങോട്ട് പറയാൻ കൊടുക്കണ്ട. കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടു. 10 ലക്ഷം രൂപയുടെ പ്രോബ്ലം അല്ലേ? ആ, പണം നമ്മൾ തരും. മൂർത്തി, മൂർത്തിയോട് കോട സുർക്കാൻ കൊടുക്കണോ? കോട സുർക്കാൻ കൊടുക്കണോ? തിരുമേനി, ഈ സാഹിബിന്റെ കയ്യിൽ നിന്ന് പണം മേടിക്കാൻ കൊടുത്തിട്ട് എത്ര കാലമായി? 1.5 വർഷം കഴിഞ്ഞു. 2 വർഷത്തെ ബാങ്കിന്റെ പലിശ കണക്കാക്കിക്കോട്ടെ. അപ്പോ 12,09,999 രൂപ 85 പൈസ. മൂർത്തി, നമ്മളൊന്ന് റൗണ്ട് ചെയ്യുന്നു. 12,10,000. 15 പൈസ ജാസ്തി ഉണ്ട്. എത്ര പണം നമ്മൾ വെറുതെ കളയുന്നു? കൊണ്ടുപോയി തിന്നട്ടെ മക്കനക്ക. മൂർത്തി, മേശക്കൊളുങ്ങണു, അനങ്ങാതെ നിൽക്കൂ. നിങ്ങൾക്ക് ഇത് സാഹിബിനെ ഏൽപ്പിക്കാൻ കൊടുക്കാം. ഞങ്ങൾ എഗ്രിമെന്റ് ഒപ്പിടിക്കാനാ വന്നത്. തിരുമേനി പറഞ്ഞതനുസരിക്ക്. തിരുമേനി ഇനി ഒപ്പിടാൻ കൊടുക്കില്ല. താനതിൽ ഇടപെടണ്ട. ഏർപ്പെടും. ഇനി നമ്മൾ ഏർപ്പെടും. അടിച്ചോടിക്കണേ പറട്ടയല്ല കമ്മത്ത്, ദേവരാജ കമ്മത്ത്. നമ്മൾക്ക് തല്ലാൻ കൊടുക്കല്ലേ. നമ്മൾ കമ്മത്തുമാറ് സമാധാന പ്രിയരും യുദ്ധപാരമ്പര്യമില്ലാത്തവരും അഹിംസവാദികളും ഒക്കെയാണ്. പിന്നെ എല്ലാവരും കൂടി നിർബന്ധിച്ചാൽ മൂർത്തി ഇത് ഒരു നെക്കിയാൽ നിങ്ങളുടെ തൽബണ്ട പൊട്ടി നിങ്ങൾ സത്തുപോകും. നിങ്ങൾ സത്തുപോയാൽ നമ്മൾ ജയിൽ പോകാൻ കൊടുക്കില്ല. നമ്മൾക്ക് പണമുണ്ട്, പദവിയുണ്ട്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ജീവൻ വേണോ അഗ്രിമെന്റ് വേണോ. ജീവൻ മതി. വിത്ത് ക്യാഷ്. മൂർത്തി, ഈ ഗുണ്ടന്മാരുടെ പേര്, അഡ്രസ്, ഫോൺ നമ്പർ, ഫോട്ടോ എല്ലാം മേടിക്കാൻ കൊടുക്കണം. നമ്മൾക്ക് ഒരു പ്രോബ്ലം വന്നാൽ ഇവരെ വിളിക്കാൻ കൊടുക്കരുത്. തിരുമേനി പേടിക്കാൻ കൊടുത്തോ? ഹേയ്, ഇതിലുണ്ടില്ല. ഉണ്ട നമ്മുടെ സേട്ടൻ കമ്മത്തിന്റെ കയ്യിലാ. അദ്ദേഹം അത് നമ്മൾക്ക് പൊട്ടിക്കാൻ തരില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ട മാത്രമേ ഉള്ളൂ, തോക്കില്ല. തോക്ക് നമ്മുടെ കയ്യിലല്ലേ. തോക്കിൽ ഉണ്ട ഇട്ടാലല്ലേ പൊട്ടിക്കാൻ പറ്റൂ. സ്വർഗത്തിൽ നമ്മൾ തോക്ക് പൊട്ടിക്കാറില്ല. കാർത്താരി, ഇദ്ദേഹത്തിന് കുടിക്കാൻ കുറച്ച് സംഭാവന കൊടുക്കുക. ഒന്നും വേണ്ട. നമ്മൾക്ക് ആ സ്ഥലം ഒന്ന് കാണാൻ കൊടുത്താൽ മതി. വസ്തു മോളെ ഒന്ന് ചെല്ലുക. ഗോവ ജന്മദേശമായ വ്യാപാരി ബ്രാഹ്മണരായിരുന്നു കൊങ്കിണികൾ. 15-ാം നൂറ്റാണ്ടിൽ പോർട്ടുഗീസുകാർ ഗോവ പിടിച്ചടക്കിയതോടെ അവരുടെ അടിത്തറ ഇളകി. ദേവനാഗരിയിൽ എഴുതുന്നത് നിരോധിച്ചും റോമൻ ലിപി അടിച്ചേൽപ്പിച്ചും നിർബന്ധിത മതപരിവർത്തനം നടപ്പാക്കിയും പോർട്ടുഗീസുകാർ കൊങ്കിണിമാരുടെ സ്വസ്ഥ ജീവിതത്തെ ദുരിതപൂർണമാക്കി.
ഈ സാഹചര്യത്തിൽ കൊങ്കിണികൾ ഗോവ വിട്ട് അന്യപ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. ഭൂരിഭാഗവും തെക്കൻ പ്രദേശങ്ങളായ മംഗലാപുരത്തും മലബാറിലുമാണ് എത്തിച്ചേർന്നത്. കോഴിക്കോട് സാമൂതിരി അഭയം നിഷേധിച്ച അവരെ അന്ന് കൊച്ചി രാജാവായിരുന്ന കേശവരാമവർമ്മ സ്വീകരിച്ചു. സ്വപ്രയത്നത്താൽ വാണിജ്യ, വ്യവസായ, വൈദ്യശാസ്ത്ര രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അവർക്ക് ക്ഷേത്രങ്ങളായി, പ്രമുഖ പദവികളായി, അംഗീകാരമായി. കൊങ്കിണി സംസാരിക്കുന്നതിൽ പ്രധാനമായും 5 വിഭാഗങ്ങളാണുള്ളത്. ഇതിൽ ആദ്യ വിഭാഗമായ ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ കുടുംബവേരുകളിലൊന്നായ കമ്മത്തുമാരിൽ കൊങ്കിണി കലർന്ന മലയാളം പറയുന്ന ഒരു കമ്മത്ത് കുടുംബത്തിന്റെ കഥയാണ് ഇവിടെ വിഷയമാവുന്നത്. ഇനി നമ്മളുടെ ഭാര്യയ്ക്ക് ഒരു പട്ട് സാരി, നല്ല ചുവപ്പ് നിറമാണ് അവൾക്ക് ഇഷ്ടം. പിന്നെ നമ്മളുടെ മൂത്ത മകന് കോടി കളറിലെ ഒരു പട്ടുമുണ്ട ഷർട്ട്. ഇളയവന് മുട്ടറ്റം വരുന്ന നിക്കറ ഷർട്ട്. കമ്മത്തിന് ബോണസ് കിട്ടിയ ലക്ഷണം ഉണ്ടല്ലോ. മുതലാളി പണം ആവശ്യത്തിന് കൊടുത്തു. ദീപാവളി അല്ലേ? आज दिवाळी दुखून पप्पा ने चुग्ग सगळं घेऊन येतो. अन्नू पप्पा की पडके पुतरी कानी नाक सांगूगा. हा 24 पडक बतून का कवे. अरे चोरू, कल्लन कल्लन कल्लन. തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചോണ്ട് ജീവൻ രക്ഷിക്കാനായി. ഒരുപാട് നന്ദിയുണ്ട്. നന്ദി പറയേണ്ടത് ദാ അവനോടാ. ഇയാളുടെ പേരെന്താണ്? ഗോപി. ഞാൻ കണ്ടതാ നിങ്ങളുടെ അച്ഛന്റെ ബാഗം തട്ടിപ്പറിച്ചോണ്ട് മുത്തു ഓടുന്നത്. പുട്ടുയിറച്ചി മേടിച്ചു തന്നാ ഞാൻ കാണിച്ചു തരാം അവനെ. നമ്മൾ കമ്മത്തിന്റെ മക്കളാണ്. അച്ഛന്റെ ആ ബാഗ് നമ്മൾക്ക് തിരിച്ചു തരണം. തല്ലോ. നമ്മൾ കമ്മത്മാർ അടിക്കാനും തല്ലാനും ജനിച്ചവരല്ലെന്നാണ് നമ്മളുടെ അച്ഛൻ നമ്മളെ പഠിപ്പിക്കാൻ കൊടുത്തത്. ഇനി അടിച്ചേ തീരുവെന്നാണെങ്കിൽ അറേ ഗോപി, രണ്ട് സ്ട്രോങ് ടീ തിന്നാൻ കൊടുക്കണം. നമ്മളുടെ ഗോപിക്ക് 2 കുറ്റി പുട്ടും 2 പോത്തിറച്ചി. കമ്മത്തില്ല ഇവിടെ. അതെ, പലചരക്കടയിൽ പറ്റ ഒരുപാടായി. കാശ് എനിക്ക് ഉടനെ തന്നേ പറ്റൂ. തരാം. നമ്മൾക്ക് കുറച്ച് സാവകാശം തരാൻ കൊടുക്കൂ. സാവകാശം തന്നാ താൻ എങ്ങനെ തരാനാ? കാലില്ലാത്ത താൻ എന്ത് പണിക്കാ പോകുക? എനിക്ക് എന്റെ പണം ഉടനെ കിട്ടണം. പണം ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ തിരിച്ചു തരാൻ കൊടുക്കും. നിങ്ങളോ? നമ്മളൊരു കച്ചവടം തുടങ്ങാൻ പോണു. കൊള്ളാവല്ലോ കുട്ടിക്കമ്മത്തുമാരുടെ ദോശ. കൊച്ചുമിടക്കന്മാര്. എന്താ നിങ്ങളുടെ തട്ടുകടയുടെ പേര്? കമ്മത്ത് ആൻഡ് കമ്മത്ത്. ബിരിയാണി സ്ട്രീറ്റ്. നമ്മളുടെ കട ആരംഭിച്ചാൽ 3 മാസം കൊണ്ട് ഈ പേര് മാറും. പിന്നെ കമ്മത്തൻ കമ്മത്ത് സ്ട്രീറ്റ് ആവും. അതാ നമ്മുടെ റാസി. ശ്രീകൃഷ്ണ വിലാസം, കിഴക്ക് ദർശനം, ഐശ്വര്യം. ഗണപതിയാണ് പ്രതിഷ്ഠ അല്ലേ? കൗണ്ടർ പൊക്കി നോക്കുന്ന ആളാണോ സാഹിബ്? നല്ല വെളുത്ത ഹൽവ പോലത്തെ ഭംഗിയുള്ള ശത്രു. മാഷ് വരൂ, കടയൊക്കൊന്ന് കാണണ്ടേ? കാണണമല്ലോ, വരൂ. എന്തെങ്കിലും നോക്കുന്നേ? തന്റെ മംഗല്യം
ശരിക്കും ഉറപ്പിച്ചുള്ളേ? അതെ. എന്താ മാഷെ? സങ്കടം പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഈർക്കിലി പോളിരുന്ന പെണ്ണാണ്. ഇപ്പൊ വളർന്ന മലമ്പുഴ യക്ഷയെ പോലെ സുന്ദരിയാവും അറിഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ടും ഐ ലവ് യു പറഞ്ഞ് നമ്മൾ അന്നെ ബ്ലോക്ക് ചെയ്തേനെ. ഇനിയിപ്പൊ പറയാൻ കൊടുത്തിട്ട് കാരണമില്ല. എന്തായാലും നമ്മൾക്ക് വളരെ വളരെ ഇഷ്ടമായി. അതല്ല, ഇതെന്തായാലും കയ്യിൽ നിന്ന് പോയല്ലോ. ഹോട്ടലും പരിസരവും ഒക്കെ എന്തായാലും പുറത്തു കൊടുക്കുമ്പോ ആദ്യം നമ്മളെ ഓർത്തത് നന്നായി. നമ്മളിതാ ഇത് സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. ആ തിരുമേനി സാഹിബിനിട്ട് സെറ്റപ്പ് പണിയാ തന്നത്. നമ്മുടെ ബിരിയാണിന്റെ മുമ്പിൽ കമ്മത്തിന്റെ ദോശയും സാമ്പാറും പിടിച്ചു നിക്കോ? ഇല്ലാന്ന്. ഓ, സാഹിബ് ഇത് എന്തറിഞ്ഞിട്ടാ പറയുന്നത്? കമ്മത്താൻ കമ്മത്തിന്റെ 33ാമത്തെ കടയായത്. എവിടെ തുടങ്ങിയാലും കടയില് ബിവറേജസിന്റെ മുന്നിലെ മാതിരി ക്യൂവാ. എനിക്ക് തന്നെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ക്യൂ കണ്ടിട്ട് ബിവറേജസ് എന്നും പറഞ്ഞ് ചെന്ന് കയറിയപ്പോഴല്ലേ കമ്മത്താൻ കമ്മത്ത്. കുഴിവേലി, നമ്മുടെ കടയുടെ മുമ്പില് മറ്റൊരു ഹോട്ടൽ, നമുക്കത് സഹിക്കൂല. കമ്മത്തുമാർ കട തുടങ്ങരുത്. അന്ന് തിരുമേനിന്റെ ഹോട്ടൽ പൂട്ടിച്ച മാതിരി നിങ്ങളൊരു വഴി പറഞ്ഞേ. അന്നത്തെ മുനിസിപ്പൽ സെക്രട്ടറി അല്ല ഇന്നൊരു ലേഡിയാ, പേര് മഹാലക്ഷ്മി. കുറച്ച് രൂപ മുടക്കേണ്ടി വരും. അല്ല, ആ ലേഡി കൈക്കൂലി മേടിക്കൂ? അവര് മേടിക്കില്ല, പക്ഷെ ഞാൻ മേടിക്കും. അവരെ ഒതുക്കാൻ ഇച്ചിരി പാടാ. പൊതുവെ അവർക്ക് ആണുങ്ങളോട് താല്പര്യമില്ല. കെട്ടുപ്രായം കഴിഞ്ഞിട്ടും കെട്ടാത്തതിന്റെ അസുഖമാണെന്നാ ആളുകൾ പറയുന്നത്. ആയിരിക്കുന്നവനാണ് ഞാൻ പറഞ്ഞ കമ്മത്ത്. ഭയങ്കര സ്ത്രീലമ്പടന. മിണ്ടണ്ട, മിണ്ടിയാൽ സെക്രട്ടറി പോലും വഴങ്ങിപ്പോകും. മുനിസിപ്പൽ സെക്രട്ടറി എത്തി. അവൻ വളയ്ക്കാൻ ശ്രമിക്കും, വഴങ്ങരുത്. നമസ്കാരം. നമ്മൾ കമ്മത്ത്, ദേവരാജ കമ്മത്ത്, കമ്മത്തൻ കമ്മത്ത് ഹോട്ടൽസിന്റെ പാർട്ട്ണറാണ്. അതിന് നമ്മൾ തലയും കുത്തി നിൽക്കണം. താൻ നിൽക്കാൻ കൊടുക്കാം. മാഡം, 3 ദിവസമായി നമ്മളിങ്ങനെ കയറി ഇറങ്ങി നടക്കാൻ കൊടുക്കണു. മാഡം ലീവായിരുന്നു. മുനിസിപ്പൽ സെക്രട്ടറി ഒരു ലേഡിയാണെന്ന് അറിഞ്ഞപ്പോ ഒരു 50-52 ആണ് നമ്മൾ വിചാരിക്കാൻ കൊടുത്തത്. ഇതിപ്പോ ചെറുപ്പമല്ലേ? എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ആറ് കണ്ടാലും ചോദിച്ചു പോകും. കല്യാണം കഴിക്കാൻ കൊടുത്താണോ? ആണെങ്കിൽ ഹസ് എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യണം? കുട്ടികൾ? കല്യാണം കഴിക്കാത്ത മാഡത്തിന് കുട്ടികളോ? മാഡം ഇയാളെ ഇൻസൾട്ട് ചെയ്യാണ്. മിസ്റ്റർ വെങ്കിട്പതി, അപ്പൊ കല്യാണം കഴിക്കാൻ കൊടുത്തിട്ടില്ലേ? നമ്മളെ കല്യാണം കഴിക്കാൻ കൊടുത്തിട്ടില്ല. രാമഭ്രാന്തനാ, വിട്ടോ. എന്താണ് തന്റെ പ്രശ്നം? നമ്മളുടെ ഹോട്ടൽ ലൈസൻസിന്റെ കാര്യം മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ കാത്തിരിക്കേണ്ടി വരും. അല്ല, നമ്മൾ രാവിലെ കാലത്ത് മുതൽ കാത്തിരിക്കാൻ കൊടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്ത്? സ്ത്രീലമ്പടനാണെന്ന്. ഇനി അവനൊരു ചേട്ടനുണ്ട്, പേര് രാജരാജ കമ്മത്ത്. സ്വന്തം ഭാര്യയെ ചവിട്ടിക്കൊന്നു എന്നാ കേട്ടത്. അതുകൊണ്ട് ഒരു കാരണവശാലും ലൈസൻസ് കൊടുക്കരുത്. സ്വഭാവ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണോ നമ്മൾ ലൈസൻസ് കൊടുക്കുന്നത്? 4-5 വർഷം മുമ്പ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും ഫുഡ് കോർപ്പറേഷന്റെയും നോട്ടീസ് പ്രകാരമാണ് നമ്മൾ പഴയ ശ്രീകൃഷ്ണ വിലാസം ഹോട്ടൽ പൂട്ടി സീല് ചെയ്തത്. ഇപ്പൊ ആ ഹോട്ടലിന്റെ പേര് കമ്മത്താൻ കമ്മത്ത് എന്ന് മാറ്റിയാണ് ലൈസൻസിന് അപേക്ഷിച്ചിരിക്കുന്നത്. കേസ് നിലവിലുണ്ട്. മാഡം വെറുതെ പുലിവാലി പിടിക്കണ്ട. കൗൺസിൽ അറിയാതെ മാഡത്തിനെ കബളിപ്പിച്ച് ലൈസൻസ് നേടാനാണ് അവൻ ശ്രമിക്കുന്നത്. കൗൺസിലിനെ എതിർത്തുകൊണ്ട് മാഡത്തിന് മുന്നോട്ടു പോകാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തൽക്കാല അപേക്ഷ കൗൺസിലിന്റെ മുന്നിൽ എത്തിക്കുകയാണ് വേണ്ടത്. ഞാൻ ആ ഫയലൊന്ന് നോക്കട്ടെ. മാഡം, ലഞ്ച് ബ്രേക്ക് ആകാൻ പോകുന്നു. തന്നെ ഇപ്പൊ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? കണ്ണിൽ തുപ്പരുത്. നമ്മൾക്ക് സമയം വെറുതെ കൊടുക്കാനില്ല. മൺഡേ ഹോട്ടലിന്റെ ഉദ്ഘാടനമാണ്. ലൈസൻസ് കിട്ടാതെ ഉദ്ഘാടനം? അതിനാണല്ലോ നമ്മൾ അപേക്ഷ വച്ചത്. തന്റെ ഫയൽ ഇനിയും വിശദമായി പഠിക്കാനുണ്ട്. താൻ പോയി അടുത്ത ആഴ്ച വരൂ. അങ്ങനെ പറയരുത്. ഉദ്ഘാടനം മാറ്റിവെക്കാൻ പറ്റില്ല. ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് തീയതി നിശ്ചയിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? നമ്മുടെ സേട്ടൻ രാജരാജ കമ്മത്ത്. അദ്ദേഹത്തെ മാഡത്തിന് അറിയാൻ കൊടുക്കില്ല. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു മാതിരി ലുക്ക് ഉണ്ട്. അദ്ദേഹത്തെ പോലെ തന്നെ മൂക്കത്താണ് ചുണ്ടി. സ്നേഹിച്ചാൽ രാജമാണിക്യം, ഇറങ്ങിയ പൊക്ക് രാജ. ബാക്കി നമ്മൾ പറയാൻ കൊടുക്കുന്നില്ല. തനിക്കിപ്പോ തൽക്കാലം ലൈസൻസ് തരാൻ നിർവാഹമില്ല. യു മേ പ്ലീസ് ലീവ് നൗ. അപ്പോ മാഡം നമുക്ക് ലൈസൻസ് കൊടുക്കില്ല? ഇല്ല. ഒരു മിനിറ്റ്. വെടിവെക്കരുത്, ഫോണാണ്. അണ്ണു ചാങ്ങ അങ്കാർത്തേക്ക ലൈസൻസ് ദിംനാഖൈ. ഇത് മലയാളമല്ല, കൗൺസിലർ ഹാത്തസ ഇത്തി കോർക്ക. ഇച്ചിരി കോർക്കണമെന്ന് മൈൻഡ് ചെയ്യണ്ട. ഓ ഓക്കെ അണ്ണു. കരാട്ടെ ക്ലാസ്സോ?
നമ്മളുടെ സേട്ടനാണ്. സേട്ടൻ പറഞ്ഞു ആ അഹങ്കാരി സെക്രട്ടറിയോടെ പോയി പണി നോക്കാൻ പറയാൻ കൊടുക്കാൻ. സേട്ടൻ ഒന്ന് വിരലിനോടിച്ചാൽ മുനിസിപ്പൽ സെക്രട്ടറി അല്ല ചെയർമാൻ വരെ ഹോട്ടലിന്റെ അവിടെ വന്ന് ലൈസൻസ് തരാൻ കൊടുക്കുമെന്ന്. ദോ, താൻ ആരോടാ സംസാരിക്കുന്നെന്നറിയോ? ആ തന്റെ കാര്യം നമ്മൾ സേട്ടനോട് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ സേട്ടൻ പറഞ്ഞു തന്നെ ഒന്നും ചെയ്യാൻ കൊടുക്കരുതെന്ന്. അതാണ് ഓർഡർ. തന്നെ മാറ്റി വെക്കണമെന്ന്. എന്തിന്? സേട്ടന് തന്നെ ഒട്ടയ്ക്ക് ഇടിക്കാൻ കൊടുക്കണമെന്ന്. ഇടിക്കാനോ? അപ്പോൾ മാഡം കമ്മത്തെ ഹോട്ടലിന്റെ ഉദ്ഘാടനം ഈ മൺഡേ തന്നെ ഫിക്സ് ചെയ്തു. ആദ്യത്തെ ക്ഷണം മാഡത്തിന് ഇരിക്കട്ടെ. മാഡം വരണം, പങ്കെടുക്കണം, ആശീർവദിക്കണം. തന്നെ നമ്മൾ പ്രത്യേകം ക്ഷണിക്കാൻ കൊടുക്കുന്നില്ല. ഇല്ല. കണ്ടില്ലേ മാഡം അവന്റെ അഹങ്കാരം. ലൈസൻസ് ഇല്ലാതെ ഈ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യുന്നത് എനിക്കൊന്ന് കാണണം.